ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ ആജ്ഞകൾ അനുസരിച്ച് നിലനിൽക്കാൻ നമ്മൾക്ക് കഴിയണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രശ്നങ്ങൾ നേരിട്ടത് പുറത്തു നിന്നുള്ളതുണ്ട്. എന്നാൽ എന്നെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തിയതും എന്നോടൊപ്പം നിന്നവരുടെ ചില പ്രതികരണങ്ങളാണ് എന്നെ വിഷമിപ്പിച്ചത്. തിരുവെഴുത്തിൽ നിന്ന് വേറൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത ജീവിതാനുഭവങ്ങൾ പങ്കിടാം എന്ന് ആത്മാവിൽ കർത്താവിൽ ആശിക്കുകയാണ്, കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 3-ാം വാക്യമാണ്. ദൈവം ഏലിയാവിനോട് പറയുന്ന ഒരു സന്ദേശമാണ് ഇവിടെ കാണുന്നത്. തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ കൊട്ടാരത്തിലെത്തി ദൈവം തന്നോട് പറഞ്ഞ, ദൈവം തനിക്ക് കൊടുത്ത ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ആഹാബിനോട് പറയുവാനുള്ള സന്ദേശം അദ്ദേഹം കൈമാറുന്ന രംഗമാണിത്. ദൈവമായ യഹോവയാണ്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്. അടുത്ത വചനം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ അരുളപ്പാട് ഇത് ഏലിയാവ് ആഹാബിനോട് അറിയിക്കുകയാണ്. ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഞാൻ പറഞ്ഞല്ലാതെ ഇനി പെയ്യുകയില്ല എന്ന് അദ്ദേഹം ആ സന്ദേശം കൈമാറുകയാണ്. എന്നാൽ ഇവിടെ ഈ നാം ഏലിയാവിനെ ആദ്യം കാണുന്ന രംഗം ഇതാണ്. ഇവിടുന്ന് വന്നു എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഒറ്റ അഡ്രസ്സേ ഉള്ളൂ, തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ്. ഈ ഏലിയാവ് പറയുകയാണ്, അടുത്ത ആണ്ടുകളിൽ, മാസങ്ങളല്ല, 3 വർഷവും 6 മാസവും മഴയില്ലാതിരുന്നു എന്ന് യാക്കോബ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും പെയ്യുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഏതൊരു സാമാന്യ ബുദ്ധി ഉള്ള ആളിനും മനസ്സിലാകും ദേശത്ത് വലിയ ക്ഷാമം ഉണ്ടാകാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ട് ഏലിയാവ് ദൈവത്തോട് ചോദിക്കണം. ഈ സന്ദേശം നൽകിയപ്പോൾ ചോദിക്കണം, ദൈവമേ, നാട് മുഴുവനും പട്ടിണിയിലാണ്ടുപോയാൽ എൻ്റെ കാര്യം എങ്ങനെയാകും? എനിക്ക് വിശക്കുമ്പോൾ ദാഹിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? ഇത് ഏലിയാവ് ചോദിച്ചില്ല. അതാണ് ഏലിയാവ്. ദൈവമക്കളെ, ദൈവത്താൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ദൈവദാസൻ, ആ ദൈവദാസൻ ഒരിക്കലും സംശയാലുവാകുകയില്ല. കാരണം ദൈവമാണ് നിയോഗിക്കുന്നതെങ്കിൽ, ദൈവമാണ് സന്ദേശം തരുന്നതെങ്കിൽ ആ ദൈവം പുലർത്താനും പോറ്റാനും പ്രാപ്തനാണ് എന്ന ധൈര്യം ഒരു ദൈവദാസൻ, ഒരു ക്രിസ്തു ഭക്തനുണ്ട്. ഇവിടെ താൻ ചോദിക്കാത്ത കാര്യത്തിന് ദൈവം പോംവഴി പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് 3-ാം വാക്യം, 3-ാമത്തെ വചനം. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഇതിനെ അധികരിച്ചൊരു പ്രസംഗമോ പഠനമോ നടത്താനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തി നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം സന്ദേശമേൽപ്പിച്ച് എന്നെ വിളിച്ചിറക്കിയതാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോകേണ്ടത് ഏത് ദിശയിലേക്കാണ്, എങ്ങോട്ടാണെന്നല്ല. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കിഴക്കോട്ട്. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട്, അതൊരു വലിയ നിയോഗമാണ്. നീ പുറപ്പെടണം, നീ പോകണം. ഞാനിവിടെ ആ പഠനത്തിന് മുതിരുന്നില്ല. ഒരു ദൈവദാസൻ്റെ ദൗത്യം ഇതാണ്, നീ പോകണം. ഇവിടെ എങ്ങോട്ടാണ് പോകേണ്ടത്? കിഴക്കോട്ട്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ടേൺ ദി ഈസ്റ്റ് വേർഡ് എന്നാണ്. കിഴക്കോട്ട് നീ തിരിഞ്ഞു പോകണം, കിഴക്കോട്ട് യാത്ര ചെയ്യണം. എന്നിട്ട് നീ ചെന്ന് പാർക്കേണ്ട സ്ഥലം കെരീത്ത് തോട്ടിന്
അരികത്ത്. എന്താ ചെയ്യേണ്ടത്? ഒളിച്ചിരിക്കുക. ഞാൻ പറയട്ടെ, രാജകൊട്ടാരത്തിൽ പ്രത്യക്ഷപ്പെട്ടവനോട് ഒളിച്ചിരിക്കാൻ പറയുകയാണ്. ഇത് കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട എല്ലാ ദൈവദാസന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. എന്തും പ്രത്യക്ഷപ്പെടുക, ജനം കാണുന്നിടത്ത് നിൽക്കുക, വലിയ ശുശ്രൂഷകൾക്ക് വേണ്ടി 4 ആൾ കൂടുന്നിടത്ത് അല്ലെങ്കിൽ 1000 കൂടുന്നിടത്ത് നിൽക്കുക എന്നത് മാത്രമല്ല. ദൈവം ഒളിച്ചിരിക്കാൻ പറയുമ്പോൾ, ഞാൻ ഒളിച്ചിരിക്കുകയില്ലേ, എനിക്ക് ശുശ്രൂഷയില്ലേ, ആരും എന്നെ വിളിക്കുന്നില്ലേ എന്നും പറഞ്ഞ് അയാൾ കരയുകയില്ല. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ദൈവം ഒളിച്ചിരിക്കാൻ പറഞ്ഞാൽ കെരീത്ത് തോട്ടിലേക്ക് പോവുകയാണ്, അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഇനിയും അടുത്ത വചനം എന്താണ്? അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. മലയാളത്തിൽ കാക്കയോടെന്ന് ഏകവചനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഐ ഹാവ് കമാൻഡഡ് ദ റാവൻസ് എന്നാണ് ഇംഗ്ലീഷിൽ. എന്താ? കാക്കകളോട് കൽപ്പിച്ചിരിക്കുകയാണ്. ഒരു കാക്കയല്ല ഏലിയാവിന് ആഹാരം കൊണ്ട് കൊടുത്തത്. ഇനിയും അടുത്തു പറയുകയാണ്, ആ തോട്ടിലെ വെള്ളം വറ്റി കാക്കയുടെ വരവ് നിന്നു. സ്തോത്രം! മനഃപൂർവ്വം ഞാൻ സ്തോത്രം പറഞ്ഞത്. ദൈവത്തിൻ്റെ പരിപാലനത്തിൽ ഇങ്ങനെയും ഒരു പരിപാടിയുണ്ട്. തോട് വറ്റും, കാക്കയുടെ വരവ് നിൽക്കും, കാക്കകളുടെ വരവ് നിൽക്കും. ആ ഭക്ഷണം, ആ മാർഗം അടഞ്ഞു, ആ വാതിൽ അടഞ്ഞു എന്ന് വരാം. എന്നാൽ വാതിൽ അടയ്ക്കുന്നവൻ മാത്രമല്ല, പുതിയ വാതിൽ തുറക്കുന്നവനുമാണ് ദൈവം. ഇനി നോക്കുക, അടുത്തെന്താ പറയുന്നത്? തോട് വറ്റിയപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട്, കാക്കയുടെ വരവ് നിന്നപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട്, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാറേഫാത്തയിലേക്ക് ചെന്ന് അവിടെ പാർക്കുക. നിന്നെ പുലർത്തേണ്ടതിന് നീ അവിടെയുള്ള അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. നോക്കണം, 9-ാമത്തെ വചനമാണ്, എൻ്റെ ജീവിതാനുഭവമാണ്. ഏലിയാവെന്ന് പറഞ്ഞ മഹാമനുഷ്യനുമായി തുലനം ചെയ്യുമ്പോൾ ഞാൻ ആരാണ്? എന്നാൽ യാക്കോബ് പറയുന്നുണ്ട്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്ന്. കാരണം പരീക്ഷകളിലൊക്കെ തോറ്റ ചരിത്രം അദ്ദേഹത്തിനുമുണ്ട്. എന്നാൽ ഈ സംഭവം എൻ്റെ ജീവിതത്തിലെ നിർണായകമായ ചില അനുഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, വിവാഹം കഴിഞ്ഞു, എൻ്റെ പിതാവ് മരിച്ചു, എൻ്റെ ഭാര്യ എൻ്റെ ആദ്യ കുഞ്ഞിനെ ഗർഭവതിയാണ് എന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്നാണ് ഞങ്ങളുടെ താമസം അവിടെ നിന്ന് മാറേണ്ടി വന്നത്. എൻ്റെ സഹോദരി ഭർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ഞാൻ മാറുന്നത് 2 പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ്. അതിൽ ഒരു സ്ഥലം ഞാൻ വളരെ വേഗം പറയട്ടെ. ഇതെൻ്റെ ജീവിതാനുഭവം, ഈ വായിച്ച വചനങ്ങളോട് ചേർത്തുള്ള സംഭവമാണ്. എന്നെ പുലർത്തേണ്ടതാര്? എന്നെ സഹായിക്കുവാൻ ആരുണ്ട്? ഞാൻ ചർച്ച് ഓഫ് ക്രൈസ്റ്റിലെ ഒരു പ്രധാന ശുശ്രൂഷകനായി, അപ്രധാനം എന്നുള്ള വാക്ക് ബ്രാക്കറ്റിലിടുകയാണ്, ശുശ്രൂഷകനായി ശുശ്രൂഷ ചെയ്തു വരുന്ന കാലഘട്ടമാണ്. വാഴപ്പാറയിലേക്കാണ് ഞാൻ പോകുന്നത്. എൻ്റെ ഭാര്യ പ്രസവത്തിന് വേണ്ടി, ആദ്യത്തെ ഡെലിവറിക്ക് വേണ്ടി തൻ്റെ ഭവനത്തിലേക്ക് പോകേണ്ടി വന്നു. ഞാനും കൂടെ പോയി അവിടെ ചില നാളുകൾ പാർത്തിട്ട് പെട്ടെന്ന് നാട്ടിൽ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ മടങ്ങി വരേണ്ടതായി വന്നു. അന്ന് ഞങ്ങളെ കാത്തതും സംരക്ഷിച്ചതും പരിപാലിച്ചതും ദൈവമൊരുക്കിയ വഴി ഞാൻ പറയട്ടെ. ഒരു ചെറിയ വീട്, ആ ചെറിയ വീടിൻ്റെ നടുവിലൊരു ഭിത്തി, ഒത്ത നടുക്കുള്ള ഒരു ഭിത്തി, അതിൻ്റെ ഒരു ഭാഗത്തൊരു മുറി, മറ്റൊരു ഭാഗത്ത് വേറൊരു മുറിയും ഒരു ചെറിയ സംവിധാനവും. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഈ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് താമസമാക്കി. ഒരു ഭിത്തിയുടെ അകലത്തിലാണ് ഞങ്ങൾ 2 കുടുംബങ്ങൾ. ആ കുടുംബത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ
ദൈവസന്നിധിയിൽ ഞാൻ ചെയ്യുന്നത് നന്ദികേടാവും. ഈട്ടിവിളയിൽ ബേബിച്ചാൻ എന്ന എൻ്റെ പിതൃതുല്യനായ ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷിമോനിയമ്മാമ്മ, 3 മക്കൾ. അന്ന് അധികം പ്രായമെത്തിയിട്ടില്ല, എന്നാൽ പ്രായമുണ്ട് താനും. യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് ആൺമക്കൾ 2 പേരും. മൂത്തയാൾ സാങ്കുട്ടി, രണ്ടാമത്തെയാൾ ഷാജിമോൻ, ഏറ്റവും ഇളയ മോള് ജെസിമോള്. ഈ ഒരു ഭിത്തിയുടെ വ്യത്യാസത്തിൽ ഞങ്ങൾ 2 ഭവനങ്ങൾ അവിടെ പാർക്കുകയാണ്. എന്നെ സ്നേഹിച്ച്, എന്നെ കരുതിയ, എൻ്റെ ഭാര്യയെ കരുതിയ ആ കുടുംബത്തെ ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കുകയില്ല. അവിടുത്തെ എൻ്റെ താമസത്തിൽ ഞാൻ ശുശ്രൂഷിക്കുന്നത് വാഴപ്പാറ സഭയിലാണ്. നിരവധി ആളുകൾ രക്ഷിക്കപ്പെട്ടു. എൻ്റെ വചന പഠനവും ശുശ്രൂഷയും കേൾക്കാൻ വേണ്ടി തന്നെ അവിടെ ആരാധനയ്ക്കും കൂടിവരവുകൾക്കും ജനം വന്നുകൊണ്ടിരുന്ന ഒരു നല്ല കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. ആ ഭവനത്തിലെ താമസത്തിലാണ് എൻ്റെ ഭാര്യ പെട്ടെന്ന് ഡെലിവറിയോട് ബന്ധപ്പെട്ട് നിലമ്പൂര് എൻ്റെ ഭാര്യ ഭവനത്തിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഞാൻ മടങ്ങി വരേണ്ടി വന്നു. എൻ്റെ മാതാവുണ്ട്, എൻ്റെ ഇളയ സഹോദരിയുണ്ട്. അവരൊക്കെ നരിക്കലിൽ തന്നെ താമസിക്കുന്ന ഘട്ടമാണ്. ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയട്ടെ, എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ജീവിതത്തിൽ പ്രതിസന്ധി അഭിമുഖീകരിച്ച കാലഘട്ടത്തിലാണ് എനിക്ക് പാർക്കാൻ ഒരു വീട് ദൈവം ഒരുക്കിയത്. ഈ വിധത്തിലാണ്. ആ വീട്ടിലെ ഞങ്ങളുടെ താമസത്തിൽ ഞങ്ങൾ 2 വീടായിട്ടല്ല കഴിഞ്ഞത്, ഒറ്റ വീട് പോലെ. അല്ല, പോലെ എന്നുള്ള വാക്ക് മാറ്റുക, ഒരു വീട് പോലെ ഞങ്ങൾ കഴിയുകയായിരുന്നു. എനിക്ക് ഇഷ്ടഭക്ഷണം, എനിക്കിഷ്ട പലഹാരം, അതൊക്കെ കൊണ്ടുതരുവാൻ ഏറ്റവും മുമ്പന്തിയിലുണ്ടായിരുന്ന ഒരു കുടുംബമാണ് അത്. നിന്നെ പോറ്റാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു, അവിടെ നിന്നെ പുലർത്താൻ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്ത കർത്താവാണ് എൻ്റെ ധൈര്യം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവിടെ പാർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഭാര്യയുടെ ഡെലിവറി നടക്കുന്നത്. കേൾക്കണോ? 26ാമത്തെ ദിവസമാണ് എനിക്കാദ്യമായൊരു കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞിനെ കാണാൻ ഞങ്ങൾ പോകുന്നത്. ഇവിടുന്ന് നിലമ്പൂരെത്തണം, പത്തനാപുരത്ത് നിന്ന്, വാഴപ്പാറ നിന്ന്. ഞങ്ങളൊരു ഗ്രൂപ്പ് ആളുകൾ ഒരുമിച്ച് പോയി എൻ്റെ കുഞ്ഞിനെ കണ്ടു. അന്നത്തെ എൻ്റെ മാനസികാവസ്ഥയൊക്കെ ഇപ്പോൾ എനിക്ക് അതുപോലെ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. വാരിപ്പുണർന്ന് കണ്ണീരൊഴുക്കി ദൈവത്തെ മഹത്വപ്പെടുത്തിയ എൻ്റെ കുഞ്ഞിനെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ സന്ദർഭം. ആദ്യത്തെ മകൾ എനിക്ക് ലഭിച്ചതൊരു മകളെയാണ്. ദൈവത്തിന് സ്തോത്രം. ഫേബ എന്ന് ഞങ്ങൾ അവൾക്ക് ബൈബിളിലെ പേരിട്ടു. അവളുടെ വീട്ടിൽ സിത്താര എന്ന് പേരിട്ടു. ഞങ്ങൾ ഏറ്റവും ഒടുവിൽ ആ കുഞ്ഞുമായിട്ട് ഈ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. എൻ്റെ കുഞ്ഞിനെ ഒരു വല്യപ്പച്ചൻ്റെ, ഒരു വല്യമ്മച്ചിയുടെ സ്നേഹം കൊടുത്ത്, ഒരു കുഞ്ഞിൻ്റെ സ്നേഹം കൊടുത്ത് ആ ഭവനത്തിലെ ബേബിച്ചായനും അമ്മാമ്മയും കുഞ്ഞുങ്ങളും എൻ്റെ കുഞ്ഞിനെ വളർത്തിയത് സ്നേഹത്തോടെ, അവരോടുള്ള നന്ദിയോടെ ഞാനിവിടെ പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം വിശ്വസ്തനാണ്. പക്ഷേ പരിമിതമായ സാഹചര്യങ്ങളിൽ ഒതുങ്ങിക്കൂടാൻ നമ്മൾക്ക് സാധിക്കണം. ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ ആജ്ഞകൾ അനുസരിച്ച് നിലനിൽക്കാൻ നമ്മൾക്ക് കഴിയണം. അങ്ങനെ ഒളിച്ചിരിക്കാൻ പറഞ്ഞാൽ ഒളിച്ചിരിക്കാൻ സാധിക്കണം. എന്നാൽ ദൈവം ആ കാലഘട്ടത്തിലും നിരവധി ശുശ്രൂഷകൾക്ക് ദൈവം എന്നെ പ്രാപ്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഈ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദിനംപ്രതി യാത്ര ചെയ്യണം. പലപ്പോഴും ബസ്സിലാണ് യാത്ര ചെയ്യേണ്ടി വന്നത്. എന്നാൽ അതുകൂടാതെ ഈ സഭാ നേതൃത്വത്തിൻ്റെ വാഹനങ്ങളൊക്കെ എൻ്റെ സൗകര്യാർത്ഥം വിട്ടുതന്ന് ശുശ്രൂഷയിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് ശുശ്രൂഷാ രംഗത്ത് എൻ്റെ പ്രഭാഷണങ്ങൾ പലർക്കും
ആത്മാവിൽ അവർക്ക് ധൈര്യവും അനേകം രക്ഷിക്കപ്പെടുന്നതും കാണുവാൻ എനിക്ക് സാധിച്ചത്. ആ സമയത്ത് ഞങ്ങൾക്കൊരു സ്ഥലം സഭയുണ്ടായിരുന്നു, തണ്ണിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ സെവന്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് അഥവാ ഈ ശാബതക്കാരുടെ ആ സഭ എന്ന് വിളിക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ, ആ സംവിധാനത്തിൽപ്പെട്ടവർ നമ്മുടെ സമൂഹത്തിനൊരു ഭീഷണിയായി വന്നു. അവർ പരസ്യമായി യോഗങ്ങൾ സംഘടിപ്പിച്ചു, ഈ ഉപദേശത്തെ വെല്ലുവിളിച്ചു, ശാബതാണ് ശരിയെന്ന് സ്ഥാപിച്ച് പ്രസംഗിക്കുകയുണ്ടായി. ആ സമയത്ത് അവിടെയുള്ള ശുശ്രൂഷകൻ പത്തനാപുരത്ത് വന്ന് ആവശ്യപ്പെട്ടു, നമ്മൾ ഇതിന് മറുപടി കൊടുക്കണം. ഏറ്റവും ഒടുവിൽ എന്നെയാണ് നിയോഗിച്ചത്. അതിൻ്റെ സാഹചര്യം കാരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 2 ദിവസത്തെ മീറ്റിംഗാണ് വെച്ചത്. ഖണ്ഡന പ്രസംഗമാണ്. ശാബത് ദുരുപദേശത്തെ ഖണ്ഡിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഓർത്തോണം. ആ കാലഘട്ടത്തിലാണ് ഞാൻ A.P. പൈലി എന്ന ദൈവദാസൻ എഴുതിയ ശാബതുകാരുടെ ദുരുപദേശം എന്ന പുസ്തകം വായിച്ചത്. ദ അതർ ഗോസ്പൽസ് എന്ന ഒരു ഇംഗ്ലീഷ് ബുക്കിൽ നിന്ന് ഈ ദുരുപദേശത്തിനെതിരെയുള്ള ആശയങ്ങൾ ദൈവാത്മാവ് എന്നിലേക്ക് പകർന്നിരുന്നത് ആ കാലത്താണ്. ഇത് എനിക്ക് വളരെ അനുഗ്രഹമായിത്തീരുന്നു. കൂടാതെ ദൈവജനത്തിൽ നിന്ന് ദൈവാത്മാവ് പ്രകാശിപ്പിച്ചു തന്ന സത്യങ്ങളുമായി ഇവരും മീറ്റിങ്ങിന് സംബന്ധിക്കും, അവർ മറുപടി പറയണം. സംഭവിച്ചത് കേൾക്കണോ? 1-ാം ദിവസത്തെ പ്രസംഗം ഞാനാണ് പ്രസംഗിക്കുന്നത്. അടുത്ത ദിവസം അവർ മറുപടിയും തരണം. അന്നത്തെ പ്രസംഗം കഴിഞ്ഞ് ഏതാണ്ട് 1.5 മണിക്കൂറിലേറെ നീണ്ടു നിന്ന ഖണ്ഡന പ്രസംഗമാണ്. ആ പ്രസംഗം കഴിഞ്ഞ് ഞാൻ പോരുന്നു. പിറ്റേ ദിവസം ഞാൻ അവരുടെ ഖണ്ഡനം കേൾക്കാൻ അവിടെ ചെല്ലുമ്പോൾ അവർ വന്നില്ല യോഗത്തിന്. സംഘാടകരെ അറിയിച്ചു, ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇങ്ങനെ ഒരു തർക്കവും വാദവും നടത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവർ പിന്മാറുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവം ശുശ്രൂഷയിൽ ഒളിച്ചിരിക്കുക എന്ന് മാത്രമല്ല, ദൈവം തൻ്റെ ശുശ്രൂഷകളിൽ നമ്മളെ ഉപയോഗിക്കുന്ന നിരവധി ഘട്ടങ്ങളുണ്ട്. ഇനിയും ഇതുപോലെയുള്ള വേറെയും ചില സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിലമ്പൂർ താമസിക്കുന്ന കാലഘട്ടത്തിൽ യഹോവയുടെ സാക്ഷികളുമായി ഖണ്ഡനത്തിലേർപ്പെടേണ്ടി വന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഞങ്ങൾ 10-18 ദിവസം ഒരു ക്യാമ്പ് നടത്തി ഒരു സ്ഥലം സഭയുടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആ മേഖലയിലുള്ള മുസ്ലിം വിഭാഗത്തിലെ ഖാദിയാനികൾ എന്ന് പറയുന്ന അഹമ്മദിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം തർക്കത്തിന് വേണ്ടി സമയം നിശ്ചയിച്ചു വന്നു. പറഞ്ഞതുപോലെ ഉത്തരം നൽകാൻ ഞാൻ മാത്രം നിയോഗിക്കപ്പെട്ടു. ബാക്കിയുള്ള പാസ്റ്റർമാരും എല്ലാവരും കേൾവിക്കാരായി മാറി. ദൈവത്തിന് സ്തോത്രം. ഇവിടെയെല്ലാം വലിയവനായ ദൈവം തൻ്റെ ആത്മാവിനാൽ ശുശ്രൂഷകളിൽ ഫലം നൽകുകയും ദൈവവചനത്തിലെ സത്യോപദേശം സ്ഥാപിക്കപ്പെടുവാൻ കർത്താവ് എളിയവനായ അടിയനെ ഉപയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ ശുശ്രൂഷകളുടെ തലങ്ങളിൽ കൂടുമാറ്റങ്ങൾ നടക്കുന്ന ഒരു ഘട്ടമായിരുന്നു അത്. അതിനുശേഷമാണ് ഞാൻ വാഴപ്പാറയിൽ നിന്ന് കല്ലാമുട്ടം, പത്തനാപുരത്ത് TB ജംഗ്ഷനടുത്തുള്ള കല്ലാമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത്, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അവിടെ VBS നടത്തിയ കാര്യമൊക്കെ ആദ്യം ഞാൻ പറഞ്ഞതാണ്. ആ സ്ഥലത്തെ പാഴ്സണേജിലേക്ക് ഒതുങ്ങിക്കൂടുവാൻ, ഒരു മുറിയും ഒരടുക്കളയും ഉള്ള സ്ഥലത്ത് ഒതുങ്ങിക്കൂടുവാൻ ദൈവം എന്നോട് പറഞ്ഞു. അവിടെ ഞാൻ താമസിച്ചു. അവിടെ താമസിക്കുന്ന സമയത്താണ് എൻ്റെ മകൻ ജനിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരുക്കുന്ന വഴികളൊക്കെ ഞാൻ ഓർക്കുകയാണ്. എവിടെ പാർക്കുമെന്ന് ഞാൻ വിഷമിച്ച ഘട്ടങ്ങളിൽ ദൈവം ഒരുക്കിയ സംവിധാനങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നടന്ന ചില സംഭവങ്ങൾ പറയാതിരുന്നാൽ അത് ദൈവസന്നിധിയിൽ ഞാൻ നന്ദികെട്ടവനായി പോകും. ഒന്ന്, എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ മൂത്ത മകൾക്ക് ജീവിതത്തിൽ നേരിട്ട ഒരു പ്രശ്നം. അത് പിൽക്കാലത്താണ് സംഭവിക്കുന്നത്. അത് ഞാൻ പിന്നാലെ പറഞ്ഞുകൊള്ളാം. എനിക്ക് 2 മക്കളെ ദൈവം തന്നു. ഞാൻ അവരുമായി ഈ പ്രദേശത്ത് താമസിച്ച് കർത്താവിൻ്റെ വേലയിൽ തുടരുമ്പോഴാണ്
അനേക ആത്മാക്കളെ കല്ലാമുട്ടം പ്രദേശത്തു നിന്ന് ദൈവം എനിക്ക് തന്നത്. എന്നാൽ ഇതോട് ചേർത്ത് ഞാനിത് പറയുമ്പോൾ എന്നോടൊപ്പം സഹകരിച്ച, എന്നോടൊപ്പം വേലയിൽ തുടർന്ന പല ആളുകളും മനസ്സിൽ പറയും, എൻ്റെ കൂട്ടുകാരായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ സമപ്രായക്കാരായിട്ടുള്ളവർ മനസ്സിൽ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അവരൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തേ തമ്പാച്ച പലതും മറച്ചു വയ്ക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഞാൻ പറഞ്ഞത് എൻ്റെ ജീവചരിത്രത്തിൻ്റെ ഒരു വശമാണ്. അതിൻ്റെ മറുവശം ഉണ്ട് കേട്ടോ. ഒരുപാട് പരുപരുത്ത അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ വിശദീകരിക്കുന്ന 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ താൻ പറഞ്ഞിരിക്കുന്ന ചില പ്രയോഗങ്ങൾ, അത് പരസ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ആ വാക്കുകൾ ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം, എൻ്റെ ഈ ജീവിതവും ജീവിതാനുഭവങ്ങളും, ഈ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ച പാഠങ്ങളും ഞാൻ പങ്കുവയ്ക്കുന്നത് ആരെയെങ്കിലും വേദനിപ്പിക്കാനല്ല, എൻ്റെ സഹോദരങ്ങളെ ആരെയെങ്കിലും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. ഞാൻ പറയട്ടെ, ഒരുപാട് വേദനിക്കുന്ന അനുഭവങ്ങൾ, ഇയ്യോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദുഃഖിപ്പിക്കുന്ന ആശ്വാസപ്രദന്മാർ, വേദനിപ്പിക്കുന്ന ആശ്വാസപ്രദന്മാരുണ്ടായിട്ടുണ്ട്. അനുഭവങ്ങൾ ഒരുപാടാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രശ്നങ്ങൾ നേരിട്ടത് പുറത്തു നിന്നുള്ളതുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ എന്നെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തിയതും ഏറ്റവും അധികം ഞാൻ കണ്ണീരൊഴുക്കിയതും എന്നോടൊപ്പം നിന്നവരുടെ ചില പ്രതികരണങ്ങളാണ് എന്നെ വിഷമിപ്പിച്ചത്. അത് അന്നെന്ന് മാത്രമല്ല, അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വന്നു. ഞാൻ ചുരുക്കത്തിൽ ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, വളരെ ഹ്രസ്വമാക്കി ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഞാൻ നിന്ന ആ സമൂഹത്തിലെ ഒരു ദൈവദാസൻ എന്നോട് സംസാരിച്ചപ്പോൾ, അദ്ദേഹം ഹൃദയം എൻ്റെ മുമ്പിൽ തുറന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം മാത്രം ഞാൻ നിങ്ങളോട് പറയാം. പൗലോസ് പറഞ്ഞ കാര്യം ഞാൻ ആ വാചകം ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല. എന്നാൽ പൗലോസ് പറഞ്ഞ ഒരു വാചകം പറയാൻ കുഴപ്പമില്ല. അകത്തും പുറത്തും യുദ്ധം നേരിടേണ്ടി വന്ന കാലഘട്ടം. ആ സമയത്ത് ഈ ദൈവദാസൻ എന്നോട് പറഞ്ഞ വാചകം ഇതാണ്: പ്രിയ സഹോദര, നിങ്ങൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ നിങ്ങളെന്ന വ്യക്തിയോടുള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് ദൈവം നിങ്ങൾക്ക് നൽകിയ കൃപാവരമാണ് ഈ മത്സരത്തിന് കാരണമായി തീർന്നത്. സത്യമാണ് പ്രിയപ്പെട്ടവരെ. ദൈവം എന്നെ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അതിൽ അസൂയ പൂണ്ട പല ആളുകൾ എന്നെ വളരെയേറെ ഉപദ്രവിച്ച അനുഭവങ്ങൾ, എൻ്റെ കണ്ണീര് കണ്ട് ആനന്ദിക്കാൻ ആഗ്രഹിച്ച അനേക ആളുകൾ, ഒരു പക്ഷെങ്കിൽ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ വേണ്ടിയുള്ള അവരുടെ ഹൃദയത്തിലെ ജഡീക ചിന്ത എന്നെ ഒരുപാട് വേദനിപ്പിച്ചു, ഉപദ്രവിച്ചു. എന്താ ഞാൻ പറയേണ്ടത്? ഇവിടെ ഞാൻ വാക്കുകൾക്ക് ക്ഷാമം അനുഭവിക്കുകയാണ്. ഉള്ളിലുണ്ട് കാര്യങ്ങൾ പറയാൻ, വാക്കുകളുമുണ്ട്. പക്ഷെ അത് പറയുന്നത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് ഉതകുമോ എന്നുള്ള സംശയം കൊണ്ട് മാത്രം ഞാനതങ്ങ് മാറ്റിവെക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ദൈവം എന്നെ തൻ്റെ അച്ചിൽ തനിക്കിഷ്ടമുള്ള മാനപാത്രമാക്കി എന്നെ രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ദിവസവും ഞാൻ മിഷൻ ഹില്ലിൽ പോകണം, ബൈബിൾ കോളേജിൽ പഠിപ്പിക്കണം, കറസ്പോണ്ടൻസ് കോഴ്സിൻ്റെ കാര്യം ചെയ്യണം, മാസികയുടെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടണം. ഇതെല്ലാം സഭയുടെ കാര്യങ്ങൾ, ഇതിലെല്ലാം ഞാൻ ഏർപ്പെട്ടു വരികയാണ്. ഈ ഘട്ടത്തിലാണ് ബഹുമാന്യനായ ഡോക്ടർ PV അലക്സാണ്ടർ എന്ന ദൈവദാസൻ താൻ പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നു, US അവരുടെ ബോർഡ് മീറ്റിംഗ് നടക്കുകയാണ്.
പലയിടത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് താൻ അവിടെ അവരുമായി പങ്കുവെച്ചേ മതിയാകുകയുള്ളൂ. അതിനുവേണ്ടി അദ്ദേഹം പോയി. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, എടാ മോനെ തൻപാച്ച, ഞാൻ ഉള്ളിടത്തോളം കാലം നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് നിൻ്റെ കാലക്കേടാണ് എന്ന് വിചാരിച്ചോണം എന്ന്. കാരണം അദ്ദേഹം സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ട് പറഞ്ഞതാണ്. ആ സന്ദർഭം മുതലെടുത്തുകൊണ്ട് എനിക്കെതിരെ പടയൊരുക്കം ആ സമൂഹത്തിൽ തന്നെ ഉണ്ടാവുകയാണ്. ഞാൻ ചെയ്യാത്ത ഒരു കാര്യം, മനസ്സാ വാച കർമ്മണ ഞാൻ അറിയാത്ത ഒരു കാര്യം, ഈ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു എന്ന് സഭകളിലെല്ലാം പ്രചരിപ്പിച്ചു. കാരണം എന്നെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഞാൻ പറയട്ടെ, ആ കുറ്റകൃത്യം ചെയ്തയാൾ ഇന്നും ആ സമൂഹത്തിലുണ്ട്. അദ്ദേഹം ചെയ്ത പ്രവൃത്തി ട്രാൻസ്ലേറ്റ് ചെയ്ത, ഞാൻ ഇത്രയും ഒരു സൂചന തരാം, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുത്തയാൾ ഞാൻ ബ്രദർ സമൂഹത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദര, ആ ആൾ എൻ്റെ അടുത്താണ് വന്നത്, ഞാനാണ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത്. ആ ആളിപ്പോഴും ഉണ്ട്, അദ്ദേഹമാണ് അത് ചെയ്തതെന്ന് അവർക്കറിയാം. എങ്കിലും ഞാൻ കുറ്റക്കാരനായി. പ്രിയപ്പെട്ടവരെ, നിരപരാധിയായി ക്രൂശിക്കപ്പെടേണ്ടി വന്നു. എന്നാൽ ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ അവരുടെ മുമ്പിൽ പറഞ്ഞു, ഞാനിത് ചെയ്തിട്ടില്ല, എന്നാൽ ഇനി ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ ആ കാര്യം നിവർത്തിച്ചു. അത് ഒരു പ്രതിസന്ധിയും സൃഷ്ടിച്ചു. അതെൻ്റെ ജീവിതത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറത്തേക്കുള്ള എൻ്റെ യാത്രയ്ക്ക് കാരണമായി തീർന്നു, നിമിത്തമായി തീർന്നു.